ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതാ പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്, പക്ഷേ ഇപ്പോഴാട്ടോ ടൈം കിട്ടിയത്. പിന്നെ ആദ്യം തന്നെ എല്ലാവരോടും ഈദ് മുബാറക്ക്. ഇതാ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവേ നോമ്പായതുകൊണ്ട് അത്താഴത്തിന് എണീച്ചാൽ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ എനിക്ക്. പക്ഷേ ഇന്ന് നമുക്കൊന്ന് കണ്ണൂർ വരെ പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് കുറച്ച് പണികളൊക്കെ തീർത്തിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓട്ടോ എത്തിയിട്ട് നമ്മളങ്ങനെ ഇറങ്ങില്ല കേട്ടോ. നമ്മൾ പോകുന്നത് ട്രെയിനാണ്. പക്ഷെ ഇന്ന് എന്താണ് ഈ പോകലിൻ്റെ കാരണം വെച്ചാൽ ആൾ സ്കൂളിലെ റിസൾട്ടിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകണം. പക്ഷേ ആൾക്ക് യൂണിഫോം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ കുറച്ച് ലേറ്റായിട്ട് പോകുന്നത്. നമ്മൾ 9:15 ട്രെയിനാട്ടോ പോയിട്ടുണ്ടായത്, പഴയങ്ങാടിയിൽ നിന്ന് കണ്ണൂരേക്ക്. ഇതാ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ കമൻറ്റും കൂടി പറയണം കേട്ടോ. ഇതാ നമ്മൾ കണ്ണൂരെത്തി. അവിടെ ഇതാ ഓട്ടോയിലാട്ടോ നേരെ പോകുന്നത്. അങ്ങനെ ഇതാ ആൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊരു സന്തോഷം കേട്ടോ. എല്ലാവരും യൂണിഫോമിൽ, ആൾ മാത്രം യൂണിഫോമില്ല. ആളാളെ ഫ്രണ്ട്സിനൊക്കെ കണ്ട സന്തോഷവും ഇതാ പ്രോഗ്രസ് കാർഡും ഒക്കെ ഒന്ന് നോക്കല കേട്ടോ. പിന്നെ നമ്മൾ ഏത് സ്കൂളിലെന്ന് പറഞ്ഞിട്ടല്ല, ഏകദേശം കുറച്ച് പേർക്കൊക്കെ യൂണിഫോം കണ്ടാലും മനസ്സിലായിട്ടുണ്ടാവും. കേന്ദ്ര വിദ്യാലയ KV എന്നൊക്കെ പറയും. അങ്ങനെ ഇതാ സ്കൂൾ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ സ്കൂളൊക്കെ. ഇവിടെ മോദീൻ്റെ ഒക്കെ ഇതുണ്ടായിട്ട് ആൾക്കാരൊക്കെ അതും വെച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ നിന്ന് ബുക്ക് വാങ്ങി. ബുക്ക് പുറത്തുനിന്ന് കേട്ടോ വാങ്ങേണ്ടത്. അങ്ങനെ ബുക്കും വാങ്ങല കേട്ടോ. അല്ല, അവിടുത്തെ ബുക്കിന് വേറെ തന്നെ പ്രത്യേകത ഉണ്ട്. ഓരോരോ ബുക്കിനും ഓരോരോ പൊതി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മളിത് ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ഓരോ നോക്കല കേട്ടോ. ഇതൊക്കെ കാണുമ്പം പണ്ട് നമുക്കൊക്കെ ഈ ഒരു പേന കിട്ടാൻ തന്നെ എത്ര ആശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഒരു വിലയില്ല. എന്താ ചെയ്യുക, കിട്ടിയാൽ തന്നെ ഒരു ദിവസം കൊണ്ട് തീരുമാനമാക്കും. പിന്നെ ഇതാ പോയി അത് കഴിഞ്ഞു. നമ്മളിങ്ങനെ പോയി നോക്കി. ഇതൊക്കെ ഫുള്ള് മുന്തിരി പിടിച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ, ഒരു ബിൽഡിങ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ സയ്യാനും ഒന്ന് ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പ് നോക്കല കേട്ടോ. പക്ഷെ 2-3 ഷോപ്പിൽ കയറിയൊന്ന് ആൾക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായത്. ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അവസാനം ചെരുപ്പൊക്കെ വാങ്ങി. ഒന്നെന്ന് പറഞ്ഞാൽ നോമ്പായതുകൊണ്ട് ആകെ സൈഡായി. അതും എന്തൊരു ചൂടെന്നറിയോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതാ തിരിച്ചു പോകുന്നത് നമ്മൾ ബസ്സിനാണ് കേട്ടോ. പിന്നെ ഇവരെയും കൂട്ടിയിട്ട് പോയി പിന്നെ അവർക്ക് വിശപ്പില്ലാണ്ടിരിക്കില്ലല്ലോ, നോമ്പത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മളിതാ കണ്ണൂരിൽ നിന്ന് വിട്ട് നേരെ പോകാട്ടോ. പക്ഷെ ചൂടില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഇതാ നമ്മൾ പഴയങ്ങാടി എത്തി. അവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെഡിക്കൽ ഷോപ്പല്ല, ആയുർവേദ ഷോപ്പ്. എന്തിനാന്നല്ലേ, ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ആലം, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇതിൻ്റെ പല ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നമ്മളെ ഈ സ്കിൻ അലർജി, അതേപോലെ ഈ വിയർപ്പിൻ്റെ സ്മെല്ല്, അതിനൊക്കെ നല്ലൊരു സാധനം കേട്ടോ. ഇതാ വീട്ടിലെത്തി ആകെ സൈഡായിട്ടുണ്ട്. പക്ഷേ മോൻ്റെ സന്തോഷം കണ്ടിട്ട് എല്ലാം പോയി കേട്ടോ. എല്ലാ ക്ഷീണം എവിടെ പോയിന്നറിയില്ല. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ആർക്കും കൊടുക്കുകയൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ബുക്കും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പടകളുണ്ടല്ലോ, എല്ലാവരും കൂടി ഒന്ന് സോപ്പിടാന്നില്ലെങ്കിൽ മുട്ടായി വാങ്ങിക്കൊടുക്കുന്നില്ലല്ലോ. ഇത് ഇങ്ങനത്തൊക്കെ വാങ്ങിക്കൊടുക്കല കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഇല്ല ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത് ഞങ്ങൾക്ക് കാണിക്കണം. അതല്ല, ആ പുറത്ത് പോയി വന്നതിന് ശേഷം കാണിക്കാമെന്നില്ലയിൽ വെച്ചു. നമ്മൾ രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് മസാലകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായത്. ഇത് അതിൽ നിന്ന് ക്യാരറ്റ് കൊംസില്ല, അത് ഉണ്ടാക്കാനുള്ള പരിപാടി. അതിനു വേണ്ടി ഞാൻ 3 ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും ഷോർട്ട് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ക്യാരറ്റ് ഇതേപോലെ 1 ടീസ്പൂൺ ഗീയും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ആണ്. ഇത് ഫസ്റ്റായിട്ട് കഴിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി ഉണ്ടാക്കി തന്നതിന് ശേഷം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതാ അത് നല്ലപോലെ ക്യാരറ്റ് നല്ലപോലെ വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. 3 ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ട എടുക്കുക, അല്ലെങ്കിൽ 3 മുട്ട. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ അടിച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായ ക്യാരറ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്
നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സംഭവമില്ലേ, ഇത്തരം നിങ്ങൾ ക്യാരറ്റ് കുംസ് ഇതേപോലെ ക്യാരറ്റ് പോളന്നൊക്കെ ചിലർ പറയും. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു മൈലാഞ്ചി ഇട്ടിട്ട് നഖമൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്, കാണുന്നുണ്ടാവുമല്ലോ നിങ്ങൾ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ ഈ നട്ട്സ് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞാനിതാ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ ക്യാരറ്റ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഞാൻ കുറച്ചൊന്ന് പകുതി വെന്തതിന് പകുതിയല്ല, അതിന് മുകളിൽ വേകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പിസ്തയില്ലേ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എല്ലില്ലാണ്ട് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കടികൾ കേട്ടോ ഈ ഒരു ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്യാരറ്റ് കുംസ് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ട്. അത് പിന്നെ ഞാൻ തിരിച്ചിട്ടൊന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, ചെറുതായിട്ട്. ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല 2 മസാലയൊക്കെ ഉള്ളതാണെന്ന്. ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിന് ഞാൻ വേഗം ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വേഗം മസാല ആക്കി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതെന്തിനുള്ള മസാല കേട്ടോ, ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഉണ്ടപ്പുട്ടില്ലേ അതിന് വേണ്ടിയിട്ടുള്ള മസാല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു ടൈം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ പോണ്ട് ആ തിരക്കിനാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല പോയിട്ട് വന്ന നല്ല ക്ഷീണം കൊണ്ട് ഒന്നും നടക്കില്ല എന്നറിയാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പലവട്ടം ഈ ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് പല ടൈപ്പിലും. ഇതിൽ ചെറിയ കഷ്ണം തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടും കൂടി ഇട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വേറെ ടേസ്റ്റ് മാറും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാൻ വിട്ടുപോയി. ഈ ടൈം ആട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കന് നേരത്തെ ഫ്രൈ ചെയ്ത് ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഈ ഒരു ഉണ്ടപ്പുട്ടിനുള്ള മസാല റെഡിയായി. ഈ മസാലയിലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഈ മസാല നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഈ പാനിൽ തന്നെ കേട്ടോ അടുത്ത മസാല ഞാൻ ഉണ്ടാക്കുന്നത്. അതിനെല്ലാം സമയമില്ല, അതുകൊണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ മസാല ഒക്കെ മാറ്റി ഇനി ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഉള്ളിയാണെങ്കിൽ ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാട്ടോ അരിഞ്ഞെടുത്തില്ല. അതാവുമ്പോൾ വേഗം പണി കഴിയുള്ളൂ. പിന്നെ അതിലേക്ക് തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ടൈം കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയില്ല നല്ല ടേസ്റ്റ് കേട്ടോ. ഈ കടി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്കിത് പല ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനില്ലേ അതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്യാണ്ടുള്ള ചിക്കൻ നിങ്ങളെടുത്തുള്ളതെങ്കിൽ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ചീസാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ 3 സ്ലൈഡ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓറിക്കാനോ പിന്നെ മല്ലിച്ചപ്പും കൂടി അത് ലാസ്റ്റ് ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്ത് നമ്മളെ മസാല സെറ്റായി. ഞാൻ ഇത്രയും കാര്യങ്ങൾ അതിനല്ല ഇനി ഉണ്ടപ്പുട്ടും കൂടി ആക്കി അതും കൂടി ആവിയിൽ വെച്ചിട്ടാട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. ഉണ്ടപ്പുട്ടും അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷം ഒന്ന് കിടക്കൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഈ പരിപാടി എടുക്കുന്നത്. ഈ മസാല വെച്ച് ഞാൻ ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊസറല്ല ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തില്ല. ഇവിടെ ചിലർക്ക് അത് പറ്റാത്ത ആൾക്കാരും ഉണ്ട്. പറ്റാത്ത ആൾക്കാരെന്ന് വെച്ചാൽ കാക്കാൻ്റെ മക്കൾക്ക് അത് അത്ര ഇഷ്ടമല്ല കേട്ടോ.
പക്ഷേ ഇങ്ങനെ മസാലയിൽ ചീച്ച് തരുമ്പം അത്ര അവർക്ക് ഇത് തിരിയുന്നുമില്ലല്ലോ. അങ്ങനെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാല് ബ്രെഡ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് വെള്ളമാവാണ്ട് ശ്രദ്ധിക്കാൻ. ഞാൻ ഫസ്റ്റൊക്കെ ആക്കിയ ടൈം നല്ല വെള്ളം ഒന്ന് തിരക്കിട്ടിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് സംഭവം വേഗം സെറ്റായി കിട്ടും. പിന്നെ ഇടയ്ക്കൊക്കെ മസാല കണ്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിത് മുട്ടയിലൊന്നും കൂടി കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി ഇതാക്കിയിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതേപോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിലേ നമ്മളെ കുപ്പൂസിൻ്റെ മാവില്ലേ അതിൽ അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. ഇത്തരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഞാൻ ഇത് ബ്രെഡ് ക്രംസിലും മുട്ടയിലും കൂടി ഇതാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ കോട്ടായിട്ടും ചെയ്തെടുക്കാം. ഞാൻ ഒരു കോട്ടേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്നും നിങ്ങൾ സമയമില്ല, ഇപ്പം ബാങ്ക് കൊടുക്കും ആ ലെവലാണ് ഉള്ളത്. അങ്ങനെ ഇതും മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലേ നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചീസും കൂടി വെച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് ആക്കി നോക്കേ. അങ്ങനെ ഇത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഉണ്ടപ്പൊട്ട് വേവിച്ച് അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടികളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നോമ്പുറിക്ക് എല്ലാ പരിപാടികളാട്ടോ. എല്ലാം റെഡി. ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് കുംസിനെ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്, അത്രേ ആയിട്ടുള്ളൂ. അത്ര കൂടുതൽ പ്രശ്നമൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ കടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചീസി എന്താ പറയുക ബോളോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഇതും അനാർ ജ്യൂസും പിന്നെ ബത്തക്ക ജ്യൂസാട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നോമ്പർക്ക് ഈ കടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാരറ്റ് കുംസ് ഞാൻ പറയില്ല, ജസ്റ്റ് തിരിച്ചിട്ട് വേവിച്ച ടൈം അങ്ങനെ ചെറുതായിട്ടൊന്ന് കരണമേ ഉള്ളൂ. അങ്ങനെ നോമ്പെല്ലാം മുറിച്ചു. പിന്നെ ഓരോരുത്തരുടെ പുഷപ്പൊക്കെ എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ഇന്ന് രാത്രി ഫുഡ് ഉണ്ടായിട്ടുണ്ടായത് ദോശയും മീൻ കറിയായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷം, ഇന്നത്തെ അല്ല കുറച്ച് ദിവസം മുമ്പുള്ള നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ